മണ്ണി കളിക്കണ്ട തോത്തു കൈ ചൊറിയും. എന്താ കോമള അമ്മയും മക്കളും എല്ലാം കൂടി എന്താ സംഭവം? ഇവിടെ മാങ്ങത്തൈ വെക്കാണ്. മാവാ? മാവ് കൊണ്ടുവന്ന് ഇത് ഇന്നലെ വാങ്ങിട്ട് വന്നത്. ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതാണ്. ഇന്നലെ വൈകിട്ട് വാങ്ങിട്ട് വന്നാ? ഇതൊക്കെ എപ്പോ തന്നെ പൂത്തുണ്ടല്ലോ. പൂവായിട്ടുണ്ട്. ഡെയിലി കായ്ക്കുന്ന മാങ്ങ വേണത്. ഡെയിലി ഇവരുടെ അടുത്തൊരു തീരുമാനമാണത് ഇല്ലേ നമ്മൾ വെക്കാന്നുള്ളത്? അത് നല്ലൊരു ഐഡിയ തന്നെ. നമ്മള് നേരത്തെ ഒക്കെ വെച്ചതല്ലേ, അത് നല്ല തീരുമാനം. എന്താ അറിയോ, ഇനി കുട്ടികൾ വെക്കട്ടെ. എന്തായാലും ഒരു വേറൊരു വിഷയം കൂടി ചിന്തിക്കാനുണ്ട്. ഈ മാവ് വെക്കുന്നതിന് അർത്ഥമുണ്ട്. ഈ കുടുംബം എല്ലാവരും കൂടി ചേർന്ന് ഈ മാവ് വെക്കുമ്പോ കുടുംബത്തിന്റെ ഒരുമ ഒന്ന്. രണ്ടാമത് ഇതിന്റെ വളർച്ചയില്ലേ, ഈ വളർച്ച ജീവിതത്തിന്റെ വളർച്ചയാണ്. ഇത്രയും ഉണ്ടാകുമ്പോ മാങ്ങയുടെ അണ്ടിയിൽ നിന്നും മാവായിട്ട് വരുന്നു, അത് പിന്നെ ഇലയായിട്ട് വരുന്നു, പിന്നെ അത് പുഷ്പമാവുന്നു, അതിൽ നിന്ന് മാങ്ങയാവുന്നു. ഇതാണ് മനുഷ്യന്റെ ജീവിതവും. അപ്പൊ കുട്ടികൾ ഇത് സ്വയം മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ തുടക്കവും ഇതുപോലെ ആവണം. അങ്ങനെ വെച്ചാലേ നമ്മളെ കാണുന്ന അതാ നോക്ക് ഈ തെങ്ങ് ഞാൻ വെച്ച തെങ്ങല്ലേ ഇത്, ഇവർക്ക് അറിയില്ലല്ലോ. അതാ നിൽക്കുന്ന പ്ലാവ്, ആ പ്ലാവ് മരം നമ്മൾ വെച്ചല്ലേ. അപ്പൊ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ആരംഭമാണ് ഇതിന് ലക്ഷണം. അതുകൊണ്ടാണ് ഈ പിള്ളേർ എന്നോട് പറയാതിരുന്നില്ലേ. അവരിന്നലെ വൈകിട്ട് നീയും പറഞ്ഞില്ലല്ലോ എന്നോട്. പറഞ്ഞില്ല, ഇത് വെക്കുമ്പോ പറയാ പറഞ്ഞു. എന്താണെങ്കിലും നന്നായി വരട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വാ, ഞങ്ങൾ വെള്ളം ഒഴിക്കട്ടെ. ചെറിയ ബക്കറ്റ് നിങ്ങള് ജീവിതത്തിന്റെ തുടക്കം ആരംഭിക്കുമ്പോ ഞങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ജലം പകർന്നു തരികയാണ്, അച്ഛനും അമ്മയും. അങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മള് ബോധവൽക്കരിക്കേണ്ടത്. അല്ല കഞ്ചാവ് അടിക്കാനും കള്ളു കുടിക്കാനും എല്ലാം പഠിപ്പിക്കേണ്ടത്, ലഹരിക്ക് കൊണ്ട് ഓടാനല്ല പഠിപ്പിക്കേണ്ടത്. ഈ മാവിന്റെ വളർച്ച പോലെയായിരിക്കണം. ഇതുപോലെ രക്ഷിതാക്കൾ ചിന്തിച്ചാൽ കുടുംബം നേരെയാവും അല്ലേ. ഇത്ര ഉണ്ടായിരുന്ന ഒരു മാവിന്റെ അണ്ടിയിൽ നിന്നാണ്, മാങ്ങിന്റെ അണ്ടിയിൽ നിന്നാണ് ഇത്രത്തോളം വളർന്നത്. ഇനി വീണ്ടും വളർന്ന് വരുമ്പോ അതിൽ നിന്ന് പല ഉപകാരങ്ങൾ നമുക്കുണ്ട്. മാങ്ങയൊക്കെ കിട്ടും, അതിന് നല്ല തണുപ്പുണ്ടാവും. ഇതുപോലെ അവസ്ഥകൾ ആര് തരണം? മക്കൾ തരണം. വേഗം കൊണ്ടുപോകാമല്ലോ. ഇതെന്താ ഒരു കപ്പ് വെള്ളം ചോദിച്ചാ, ഒരു കപ്പ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വളർത്തി തരുന്ന ഒരു കുടുംബത്തിന്റെ നാഥനായ അച്ഛനും അമ്മയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതായിരിക്കണം ജീവിതം. അല്ലാതെ ഇന്ന് MDMഉം കഞ്ചാവും ലഹരിയും കള്ളും കൊണ്ടല്ല ഓടേണ്ടത്. ഇത് ഓരോ രക്ഷിതാക്കളും നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അല്ലാതെ മക്കളുടെ ഓരോ റൂമിലിരുത്തി ഫോണും കൊണ്ടിരിക്കുന്ന കഥയല്ല രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. രക്ഷിതാക്കൾ വഴിവിട്ട് പോകുമ്പോഴാണ് മക്കളും വഴിവിട്ട് പോകുന്നത്. ഞാൻ ഒരിക്കലും ഒരു അമ്മയെ അച്ഛനെ കുറ്റം പറയില്ല. അച്ഛനെ റൂമിൽ ഫോണും കൊണ്ട്, അമ്മയുടെ റൂമിൽ ഫോണും കൊണ്ട്, ഏട്ടനെ റൂമിൽ ഫോണും കൊണ്ട്, പിന്നെ ഏത് മക്കൾ ഏത് വഴിക്കുന്നു ഇതുപോലെ വളരാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കണം. മാവ് വെച്ചിട്ട്, തെങ്ങ് വെച്ചിട്ട്, ചെടികൾ വെച്ചിട്ട്, കുടുംബം നോക്കിയിട്ട്. വില രാത്രി 11 മണിക്ക് വന്നാലും എന്താണെന്ന് ചോദിക്കാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ കുടുംബം നാശം ആകും. അതുകൊണ്ടാണ് ഈ പിള്ളേരൊക്കെ ലഹരിക്ക് പോകുന്നത്. ഇതുപോലുള്ളതായ ഓരോ അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു പാഠമാവട്ടെ. നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു അനുഭവ പാഠം ഞങ്ങൾ പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.